കേരള DTH ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നൊരു പുതിയൊരു അൺബോക്സിംഗ് എന്ന് പറയാം. ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. കമ്പനിയുടെ ആൾ ഇത് കൊണ്ടുവന്ന് തന്നപ്പോൾ ഞാൻ ജസ്റ്റ് മുമ്പേ ഇത് ഓപ്പൺ ആക്കിയിട്ട് പോലുമില്ല. ഇതെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവുന്നത് എക്സ്ട്രീം എയർ ഫൈബറാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ആൻറ്റിനെ മുകളിൽ വെച്ചിട്ട് എടുക്കുന്ന എക്സ്ട്രീം എയർ ഫൈബർ അല്ല ഇത്. ഇതാണ് പോർട്ടബിൾ എക്സ്ട്രീം എയർ ഫൈബർ എന്നാണ് എനിക്ക് അവർ പറഞ്ഞു തന്നത്. അപ്പം ഞാൻ ആ ഒരു സംഭവം എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കമ്പനി തന്നപ്പോൾ ഞാൻ നിങ്ങളെ കൂടി ഈ യൂട്യൂബ് ചാനലിലുള്ള ആളുകളെ കൂടി ഒന്ന് പരിചയപ്പെടുത്താം. കാരണം പല ആളുകളും പല പ്രോഡക്റ്റിനുമായിട്ട് കാത്തിരിക്കുന്നുണ്ടാവും. ഇങ്ങനത്തെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പം ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞു തരുമ്പം തന്നെ എനിക്കിതിനെപ്പറ്റി കുറച്ച് വിവരങ്ങൾ മാത്രമേ ഒരാൾ പറഞ്ഞു തന്നിട്ടുള്ളൂ. ആ ഒരു പറഞ്ഞു തന്ന അറിവ് വെച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നേ ഉള്ളൂ. അപ്പം ഇത് എയർടെലിൻ്റെ ഒരു പുതിയ എയർ ഫൈബർ എക്സ്ട്രീം എയർ ഫൈബർ എന്നൊരു പ്രൊഡക്റ്റാണ്. നമുക്ക് 5G സപ്പോർട്ടോടുകൂടി Wi-Fi 6 ഒക്കെ തരുന്ന ഒരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ ഞാനിത് അൺബോക്സ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്ന ആളുകളുണ്ടാവും ചിലപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നതൊക്കെ. അപ്പോൾ അവരൊക്കെ ജസ്റ്റ് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി അറിയാമെങ്കിൽ ഒന്നുകൂടി കമൻറ്റ് ചെയ്തിട്ടൊക്കെ പറയാം. അപ്പോൾ ഇത് ഒരു പെട്ടി കിട്ടിയപ്പോൾ എനിക്ക് പുറമേ കണ്ടത്, പുറത്ത് നോക്കുമ്പോൾ കാണുന്നത് സൂപ്പർ ഫാസ്റ്റ് ഹോം ഇൻ്റർനെറ്റ് എന്നുണ്ട്. കണക്റ്റ് മൾട്ടിപ്പിൾ ഡിവൈസ് ഇൻ ബിൽഡ് Wi-Fi 6 ആണല്ലോ ഇപ്പം ഏറ്റവും കൂടുതൽ. പ്ലഗ് ആൻഡ് പ്ലേ ഉണ്ട്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വിത്ത് Wi-Fi 6 എക്സ്പീരിയൻസ്, ബെറ്റർ സ്പീഡ് കവറേജ് കൊടുത്തിട്ടുണ്ട്. എൻഹാൻസ് സെക്യൂരിറ്റി, ലോവർ ലാറ്റൻസി, പവർ സേവിങ്സ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഇതിൽ ഒരു അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാനിതൊന്ന് ഓപ്പൺ ആക്കിയിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസൊക്കെ ഞാൻ പിന്നീട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നതാണ്. അപ്പോൾ എന്താണെന്ന് ആദ്യം ഒന്ന് കാണുമോ നമ്മളിത്. ഞാൻ ഈ വീഡിയോ രാത്രി എടുക്കുന്നത് കൊണ്ട് തന്നെ ഇത് ജസ്റ്റ് ഒരു ക്ലാരിറ്റി കുറവിച്ച് മിക്കവാറും എൻ്റെ വീഡിയോയിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ പകൽ വർക്കിന് പോയതായിരുന്നു. അപ്പം വെളിച്ചക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് സൈഡ് ടു അൺബോക്സ് ദി ഫ്യൂച്ചർ എന്നാണ് കാണിക്കുന്നത്. അപ്പം ഇങ്ങനെ തുറന്നപ്പോൾ 2 പീസായിട്ട് നിങ്ങൾക്ക് കാണാം. നല്ലൊരു വൃത്തിയുടെ നല്ലൊരു കളർഫുള്ളുള്ളൊരു പെട്ടി. ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ അറിയാലോ, അടിപൊളി കളർഫുള്ളൊരു സാധനം തന്നെ പറയും ഈ കാഴ്ച. അപ്പം അടുത്തതായിട്ട് നമുക്കിനി തുറന്ന് വെച്ച ബോക്സ് നോക്കാം. ബോക്സ് തുറന്നപ്പോൾ കിട്ടിയ സംഭവങ്ങൾ ഇങ്ങനെയാണുള്ളത്. സേ ഹലോ ടു എയർടെൽ ഫസ്റ്റ് വയർലെസ് Wi-Fi പവേർഡ് ബൈ 5G+. എന്ന് പറഞ്ഞാൽ ഫസ്റ്റായിട്ട് ഇറക്കുന്നത് കൊണ്ടായിരിക്കണമല്ലോ ഫസ്റ്റ് വയർലെസ് Wi-Fi എന്ന് കൊടുത്തത്. ആദ്യത്തെ ഒരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ മുമ്പ് ഈ ഒരു പ്രോഡക്റ്റ് എയർടെൽ ഇറക്കിയിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം പുതുതായിട്ടുള്ളൊരു പ്രോഡക്റ്റാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമുക്കിത് കൂടുതലായിട്ടുള്ള ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നിലവിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത് തുറക്കുന്നത്. ഫസ്റ്റ് തന്നെ കിട്ടുമ്പം തന്നെ ഇത് നിങ്ങൾക്ക് കാണിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് തുറന്നിട്ടുണ്ട്. ഇതിന് എന്തെങ്കിലും ഉണ്ടോ ഇതിനുള്ളിലില്ല. തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് സൈഡിലൊരു അഡാപ്റ്ററാണ് കാണുന്നത്. അതൊക്കെ അഡാപ്റ്റർ ഉണ്ട്. ഇതിൻ്റെ പവർ കാര്യങ്ങളൊക്കെ നോക്കിയാൽ 12 വോൾട്ടിൻ്റെ 3 ആംപിയർ അഡാപ്റ്ററാണ്. നല്ല മെയ്ഡ് ഇൻ ഇന്ത്യ, നല്ല വെയിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിലത്തെ സൈഡിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അത് നമുക്ക് പൊളിക്കാൻ തോന്നുന്നുണ്ട്. പൊളിച്ചിട്ട് വെറുതെ ജസ്റ്റ് ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. ഇത് അഡാപ്റ്റർ ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഇതാണ് സാക്ഷാൽ എക്സ്ട്രീം എയർ ഫൈബർ. നമ്മൾ ഓൺലൈനായിട്ട് എടുക്കുന്നൊരു സിസ്റ്റം അല്ല ഇത്. ഇതിങ്ങനെ ഒരു കാർട്ടൂൺ പൊളിച്ചപ്പോൾ എനിക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്. മൊത്തം ബ്ലാക്ക് കളറ്. ഇവിടെ താഴെയായിട്ട് ക്ലിയർ കുറച്ച് കുറവുണ്ട്, അവനോട് ക്ഷമിക്കണം. 4G 5G. അപ്പോൾ ഇത് സംഭവം 4G 5G സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. നെറ്റ്വർക്ക് എന്നുള്ളത് സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട്. Wi-Fi എന്നുള്ളത് വലതുഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രീം എയർ ഫൈബർ. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് അറിഞ്ഞുകൂടാന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കരുത്, ക്ഷമിക്കണം, എനിക്കിത് അറിയില്ല. ഒരു പുതിയ പ്രൊഡക്റ്റാണ്. പിന്നിലേക്ക് പോകുമ്പോൾ LAN 1, 2, 3, 4 പവർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. റീസെറ്റ് ബട്ടൺ ഉണ്ട്. പിന്നെ USB കണക്ട് ചെയ്യേണ്ട ഓപ്ഷനൊക്കെ ഉണ്ട്. പിന്നെ Wi-Fiൻ്റെ കാര്യങ്ങളും നമ്പറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഒരു QR കോഡ്, Wi-Fiൻ്റെ പാസ്വേഡൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്ക് കിട്ടിയത് ഇത് എയർടെലിൻ്റെ ഒരു കമ്പനി നമുക്ക് തരുന്നതാണ്. നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ട് കമ്പനിയുടെ. പിന്നെ പല പ്രൊഡക്റ്റിനെ പറ്റി പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അവരെനിക്കൊരു
ഒരു പ്രൈസ് എന്ന രീതിയിൽ തന്നതാണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഇത് എന്നോട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് അവരൊരു സിമ്മും തന്നിട്ടുണ്ട്, എൻ്റെ പേരിൽ തന്നെയുള്ള സിം. അതിട്ട് കഴിഞ്ഞാൽ നമുക്ക് 5G അൺലിമിറ്റഡ് ആയിട്ട് ഉപയോഗിക്കാം. നെറ്റിന് പൈസയോ കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. ഇതിൽ ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് അവർ പറഞ്ഞത്. ഇത് ചാർജ് ചെയ്തിട്ട് നമുക്ക് യാത്രയൊക്കെ പോകുമ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എടുത്ത് വണ്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെയൊക്കെ പോകുന്നിടത്തിലൊക്കെ 4G 5G സ്പീഡിനനുസരിച്ച് നമുക്ക് നെറ്റ് ഉപയോഗിക്കാം. അൺലിമിറ്റഡ് നെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. യാതൊരു ചാർജും കൊടുക്കണ്ട. ഞാൻ ഈ ഒരു മേഖലയിൽ ഉള്ള കാലത്തോളം എനിക്കൊരു യാതൊരു ചാർജും കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് മാർക്കറ്റിൽ ലഭ്യമാണോ എന്നുള്ളത് പോലും എനിക്കറിയില്ല. ഒരുപക്ഷെ മാർക്കറ്റിൽ ലഭ്യമായി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത് നല്ലോണം ക്ലിക്ക് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ കൂടുതൽ ആൾക്കാർക്കും വൈഫൈ ഒക്കെ ആവശ്യമുണ്ട്. പുറത്തൊക്കെ പോകുമ്പോൾ, ഈ വാഹനത്തിലൊക്കെ പോകുമ്പോൾ, ടൂറൊക്കെ പോകുമ്പോൾ ഇങ്ങനൊരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ഇത് ചാർജ് ചെയ്ത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ബാറ്ററി വെച്ച് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ഒരു കാറ്റലോഗ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതിൻ്റെ വിലയോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല, ഞാനൊരു രൂപ കൊടുത്തിട്ടില്ല. ഇനി കൂടുതൽ ഇതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി നമുക്ക് ഇതിനൊരു കാറ്റലോഗ് കൊടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ ഇതിലുള്ളൂ കേട്ടോ. ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് കൊടുത്തിട്ടുണ്ട്, ഗൈഡ്, ഡിവൈസ്, പവർ അഡാപ്റ്റർ, വർക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി സൈഡിൽ അങ്ങനെ ഒരു ബട്ടൺ ഇവിടെ ഉണ്ട് കേട്ടോ. സൈഡിൽ എവിടെ ഒരു ബട്ടണാണ്, സൈഡിൽ WPS എന്നിട്ട് ഇതിൻ്റെ സൈഡിലും ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. താഴെ പവർ ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. അപ്പം ഇത്രയും സംഭവങ്ങളാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊക്കെ സെറ്റിങ് ചെയ്ത് ഉപയോഗിച്ചിട്ട് ഞാൻ അഭിപ്രായം പറയുന്നുണ്ട്. ഇതിലെങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് ചെയ്യിപ്പിക്കാമെന്നൊക്കെ ഉള്ളതാണ്. ഞാൻ ഇതുപോലെ ഒന്ന് കണ്ട് ഞാനൊന്ന് എന്ത് ചെയ്യട്ടെ, ഇതിനെപ്പറ്റി പഠിച്ച് ഇതിൻ്റെ അഭിപ്രായം. കാരണം ഇതിപ്പോൾ ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കും, ഇതിൻ്റെ എന്താണ് അവസ്ഥ, എന്താണ് സാധനം എന്നൊക്കെ ചോദിച്ചത്. ഇതിപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു പോർട്ടബിൾ റൗട്ടറാണ്. പോർട്ടബിൾ ബാറ്ററി ഉപയോഗിച്ച് ബാറ്ററിയിലൂടെ വർക്ക് ചെയ്യുന്ന, നമുക്ക് എവിടെയും കൊണ്ടു നടക്കാൻ സാധിക്കുന്ന ഒരു റൗട്ടറാണ്. ചാർജ് ചെയ്ത് കൊണ്ടു നടക്കാൻ പറ്റിയൊരു റൗട്ടർ. രണ്ടാമത്തെ കാര്യം, ഇതിൽ സിമ്മ് 5G സിമ്മ്, നമ്മൾ നോർമൽ സിമ്മ് തന്നെ ഇതിലിടണം. ഞാനൊരു സിമ്മ് എടുത്തിട്ടുണ്ട്, അവരെനിക്ക് തന്നിട്ടുണ്ട്. ഇതിട്ട് നമുക്ക് വർക്ക് ചെയ്ത് ഉപയോഗിക്കുന്ന സംഭവമാണ്. ഓക്കെ, അപ്പം ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ, ബാലൻസ് കാര്യങ്ങളൊക്കെ ഞാനതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കട്ടെ. കൂട്ടുകാരെ, ഇതിൻ്റെ അടിയിലാണ് ഈ സിമ്മ്. ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഇതിൻ്റെ അടിയിലാണ് സിമ്മ് ഇടാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. ഏറ്റവും അടിയിൽ ഈ ഒരു സിമ്മിൻ്റെ പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ സിമ്മ് ഇട്ടിട്ടാണ് ഉപയോഗിക്കേണ്ടത്. വേറെ കാര്യങ്ങളൊന്നുമില്ല. ഓൾറെഡി അവർ തന്ന സിമ്മ് ഇതിലിട്ട് കഴിഞ്ഞാൽ അത് ആക്റ്റീവ് ആവും. നമ്മളെ വീട്ടിലെത്തുന്ന ആ റേഞ്ചിൻ്റെ അവസ്ഥ പോലെ 4G ആണെങ്കിൽ 4Gയിലൂടെ വർക്ക് ചെയ്യും. ഈ 5G സിം ആണെങ്കിൽ 5G സ്പീഡാണ് നിങ്ങളെ വീട്ടിൽ കിട്ടുന്നതെങ്കിൽ ഈ 5G സ്പീഡിൽ ഇത് വർക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനൊരു പ്രൊഡക്റ്റ് ഒരുപക്ഷെ ഞാനിത് കാണിക്കാൻ പോകുന്നത് എനിക്കിത് കിട്ടിയ അത്ഭുതമായിട്ടോ ഒന്നും ആയിട്ടല്ല. എനിക്കൊരു പൈസ കൊടുക്കാതെ കിട്ടിയതാണെങ്കിൽ കൂടെ ഇതൊരു പക്ഷേ ഒരു പ്രൊഡക്റ്റ് ഇനി മിക്കവാറും മാർക്കറ്റിൽ വരും. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവും, ഒരുപാട് ഉപകാരപ്പെടും. ഇങ്ങനെയുള്ള പ്രോഡക്റ്റിനെ കുറിച്ച് ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ, ഈ ഗൾഫിലൊക്കെ ഇത് ഇഷ്ടം പോലെ കമ്പനികൾ ഇറക്കുന്നുണ്ട്. എനിക്കൊന്ന് ഡീലിങ്ക്, അതുപോലെ അവിടെയുള്ള കുറച്ച് കമ്പനികളുണ്ട്, TP ലിങ്ക്, ഡീലിങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കറിയുന്ന കുറച്ച് കമ്പനികളൊക്കെ ഇത് ഗൾഫിൽ ഇത് ഓൾറെഡി കൊടുക്കുന്നുണ്ട്. ഒരു പക്ഷേ ഗൾഫിലുള്ള ഒരു പ്രവാസിയൊക്കെ ഇത് കാണുമ്പോൾ അയാൾ മൈൻഡ് ചെയ്യില്ല, അയാൾ ഇത് എത്ര കണ്ടതാണെന്നുള്ള രീതിയിലായിരിക്കും. പക്ഷേ നാട്ടിൽ നമുക്കിതൊരു പുതിയ അനുഭവമാണ് എയർടെലിൻ്റെ ഈ ഭാഗത്ത് നിന്ന്. അപ്പോൾ ഞാനിത് കൂടുതൽ ഉപയോഗിച്ച് ഇതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഞാനിത് ഉപയോഗിച്ചതിന് ശേഷം അതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ എങ്ങനെ, കാരണം ഇതിൻ്റെ ഒരു ബെറ്റർ ഓപ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5G മാത്രമാണെങ്കിൽ നമുക്ക് പെട്ടുപോകും. എല്ലാ ഏരിയയിലും വീട്ടിൻ്റെ ഉള്ളിലൊക്കെ കാര്യം 5G കിട്ടണമെന്നില്ല, ചിലപ്പോൾ 4Gയിലേക്ക് മാറും. അപ്പോൾ ഇത് 4Gയും 5Gയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പം വീട്ടിൻ്റെ ഉള്ളിലൊക്കെ 5Gൻ്റെ സിഗ്നൽ പോകും, 4Gയിലേക്ക് കണക്റ്റ് ആവും. അപ്പോൾ നെറ്റ് വർക്ക് ചെയ്യും, നമുക്ക് എപ്പം നോക്കിയാൽ നെറ്റ് വർക്ക് ചെയ്യും. അങ്ങനെ ഒരു ഉപകാരപ്പെട്ട ഒരു കാര്യം കൂടെ കിട്ടും. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൊടുക്കണം. ഞാനിതൊരു പുതിയ സാധനം വന്നിട്ട് ഫസ്റ്റാണ്. ഞാൻ ഇതിൻ്റെ മുമ്പ് ഇത് ഓപ്പൺ ആക്കി നോക്കിയിട്ടേ ഇല്ല. എനിക്കൊരു വാശിയായിരുന്നു ഇത് യൂട്യൂബിലിടണം, അറിയാത്ത രീതിയിൽ ആൾക്കാർ പറഞ്ഞു തന്ന, ഇതിൻ്റെ ഓഫീസർമാർ പറഞ്ഞു തന്ന രീതിയിലൊന്ന് വീഡിയോ കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അത് ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനെക്കുറിച്ച് അറിയാതെ എന്തെങ്കിലും ഞാൻ പറഞ്ഞു ഇതിനോട് ക്ഷമിക്കുക, എനിക്കറിയില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി ഉപയോഗിച്ചിട്ട് ഞാൻ പറയാം. അപ്പോൾ നിങ്ങളീ കാണുന്ന റൂം എന്ന് പറഞ്ഞാൽ എൻ്റെ പരീക്ഷണശാലയാണ്. എല്ലാ രീതിയിലും ഞാൻ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണവും വാങ്ങുന്ന ആളാണ്. അതൊക്കെ പരീക്ഷിച്ച് ഉപയോഗിച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ പല സാധനങ്ങളും നിങ്ങൾക്ക് അപ്പുറം ഇപ്പുറമൊക്കെ കാണാം. എന്നിരുന്നാലും ഇന്നത്തെ മെയിൻ എൻ്റെ കണ്ടൻറ്റ് നിങ്ങൾ കാണുന്ന ഇതാണ്. ഇപ്പോൾ ഇത് ഓൺ ചെയ്തപ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടിയ ഇതാണ്. ഇവിടെ ഒരു റെഡ് ബട്ടൺ, അതുപോലെ വൈഫൈൻ്റെ റേഞ്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ റേഞ്ച് ഈ 5Gക്കോ 4Gക്കോ ഉണ്ടെങ്കിൽ ഇവിടെ പച്ച കത്തും. അപ്പോൾ ഈ രീതിയിലാണ്. ഇതിൽ സിമ്മൊന്നും ഞാൻ ഇട്ടിട്ടില്ല, ഞാൻ സിം ഇപ്പോൾ ഇട്ടിട്ടൊന്ന് നെറ്റ് ഉപയോഗിക്കട്ടെ.
ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിലേക്ക് സിം ഇട്ടു. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നത് ഗ്രീനാണ്. ഇതിൽ പെട്ടെന്ന് ചെറിയൊരു ലൈറ്റ് ഗ്രീൻ ആയിട്ട് തോന്നുന്നു. നല്ല കടും നീല അതിനായിട്ട് തന്നെയാണ്, ബ്ലൂ ആയിട്ട് ഗ്രീൻ ആയിട്ട് തന്നെയാണ് ഇതിലുള്ളത്. ഇപ്പം നിലവിൽ ഈ ഒരു സിസ്റ്റത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സിസ്റ്റത്തിൽ 1 2 3 4 5 LED കത്തി നിൽക്കുന്നുണ്ട്, 1 ബ്ലിങ്ക് ആകുന്നുണ്ട്. ഇപ്പോൾ സിമ്മ് ഇട്ട് ആക്റ്റീവ് ആയിട്ടതിന് ശേഷമാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. ഇനി വൈഫൈ ഒന്ന് ചെക്ക് ചെയ്തോട്ടെ സ്പീഡ്. കൂട്ടുകാരെ, ഞാനിത് എൻ്റെ ഫോൺ കണക്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ എയർടെലിന് 5G റേഞ്ചില്ല, 4G മാത്രമേ ഉള്ളൂ. ഞാൻ വീടിൻ്റെ ഉള്ളിലാണ് ഇത് വെച്ചിട്ടുള്ളത്, പുറത്തൊന്നും കൊണ്ടുപോയിട്ടില്ല. ഞാൻ ജസ്റ്റ് ഇതിലേക്ക് വൈഫൈ കണക്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ പേരെവിടെ ഓൾറെഡി കണക്റ്റഡ് ആയിട്ടുണ്ട്. എയർടെൽ ഈ ഒരു കോഡ് വെച്ചുള്ള നമുക്ക് സ്പീഡൊന്ന് ചെക്ക് ചെയ്യാം. ക്രോമിൽ പോയിട്ട് ജസ്റ്റ് ക്രോം വഴി ഒന്ന് സ്പീഡ് ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ കൂടുതൽ ആൾക്കാരും ക്രോം വഴിയാണോ സ്പീഡ് ചെക്ക് ചെയ്യുക. 4G വീട്ടിലുള്ളൂ, അപ്പോൾ ആ ഒരു സ്പീഡ് നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. സ്പീഡ് ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. റൺ സ്പീഡ് നോക്കുക. വീട്ടിൻ്റെ ഉള്ളിലാണ്. ടവറും വന്ന് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഏതാണ്ട് 1 കിലോമീറ്ററോളം ലോങ് ഉണ്ട് ടവറിന്. അപ്പം 19 Mbps ഡൗൺലോഡ് സ്പീഡും ഏതാണ്ട് 11 Mbps അപ്ലോഡ് സ്പീഡും ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു പക്ഷേ 5G ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് 100 MB 150 അതൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്, 150 ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. 4G ആണ് എൻ്റെ വീട്ടിൽ. ഞാൻ ഈ സിം ഉപയോഗിക്കുന്ന ആളാണ് എയർടെൽ. എൻ്റെ വീട്ടിൽ 4G മാത്രമേ ഉള്ളൂ. വീട്ടിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് 4Gക്ക് 1 2 കട്ടേ ഉള്ളൂ. പക്ഷേ ആ ഒരു സ്ഥലത്ത് ഈ ഒരു 19 Mbps സ്പീഡ് നമ്മൾ എന്നെ സംബന്ധിച്ചോളം നല്ല കിട്ടലാണ്. കാരണം ഞാനിപ്പം ജിയോൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്നത് 30 Mbpsൻ്റെതാണ് ഈ ഒരു ജിയോൻ്റെ റൗട്ടർ. അപ്പം ആ ഒരു ജിയോൻ്റെ റൗട്ടർ ഞാൻ ഉപയോഗിക്കുമ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൻ്റെ ഏറ്റവും ഹൈറ്റിലാണ് ഞാനത് വെച്ചിട്ടുള്ളത്. ജിയോനെ കുറ്റം പറയുന്നില്ല. ജിയോനും ഇവിടെ ടവർ ഉള്ളത് സെയിം ടവർ തന്നെയാണ്. ഏതാണ്ട് ദൂരം 1 കിലോമീറ്റർ 1 കിലോമീറ്ററും 200 മീറ്ററും ഏതാണ്ട് ദൂരമുണ്ട് എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ. കാരണം ഞാൻ ഈ ജോലി ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്ക് കറക്റ്റ് അറിയാം. അപ്പം എനിക്കിവിടെ ജിയോന് ഏതാണ്ട് പിന്നെ ജസ്റ്റ് മിനിറ്റ്, ജിയോൻ്റെത് 5G ആണല്ലോ. അപ്പോൾ അതും കൂടി ഞാൻ സ്പീഡ് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ജിയോൻ്റെത് എയർടെൽ എയർ ഫൈബർ ജിയോ, ജസ്റ്റ് ജിയോ കണക്ട് ചെയ്യുന്നുണ്ട്. ജിയോൻ്റെ സ്പീഡും കൂടി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നത്. ഞാനിതൊന്ന് കാണുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് ആണല്ലോ ജിയോയും കൂടി നോക്കാനുള്ളത്. പക്ഷേ എയർടെലിൻ്റെ വ്യത്യാസമുണ്ട്. എയർടെൽ ഉള്ളിൽ വെച്ചിട്ടാണ്. ഇനി ഇത് സ്പീഡ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ജിയോൻ്റെ സ്പീഡാണ്. അത് ഫസ്റ്റ് ക്യാൻസൽ ചെയ്ത് അടിക്കുമ്പോൾ സ്പീഡ് മാറും കേട്ടോ. ഒന്ന് മാറ്റി അടിക്കണം, എന്നാലാണ് കറക്റ്റ് സ്പീഡ് കിട്ടും. ഇത് ജിയോൻ്റെതാണ്. ജിയോൻ്റെത് നിലവിൽ ഞാൻ 30 Mbps നെറ്റാണ് എടുത്തത്. 1 കിലോമീറ്റർ 200 മീറ്റർ ഉണ്ട്. അപ്പോൾ ചില ആളുകൾ ഈ വീഡിയോ കാണുമ്പോൾ പറയും അത്ര ദൂരമൊന്നും ടവർ ഇവർ കണക്ഷൻ കൊടുക്കില്ലല്ലോ എന്ന് ചോദിക്കും. ഇത് ജിയോൻ്റെ, കാരണം ഞാൻ ഇതിൻ്റെ ടെക്നീഷ്യനാണ്. അപ്പോൾ എനിക്ക് ആരോട് ചോദിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നേരെ എടുത്ത് കണക്ട് ചെയ്തു. പക്ഷേ എനിക്കിവിടെ കിട്ടുന്നത് സ്പീഡ് എൻ്റെ അപ്ലോഡിങ് സ്പീഡാണ് 29.9 ജിയോ, 18 ചില്ലറ അപ്ലോഡ് സ്പീഡും 29 ഡൗൺലോഡ് സ്പീഡും എനിക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ദൂരം വലിയ വിഷയമൊന്നുമില്ല. പിന്നെ നമ്മൾ തന്നെ ഇതിൻ്റെ ടെക്നീഷ്യന്മാരാകുമ്പോൾ നമുക്ക് തന്നെ അറിയാമല്ലോ ഇതെന്ത് ചെയ്യണമെന്നൊക്കെ. അപ്പോൾ ആ രീതിയിലാണ് ഞാനിത് എടുത്തത്. എനിക്കിവിടെ 29 കിട്ടുന്ന നല്ല കിട്ടലാണ്. പിന്നെ 100 Mbps എടുക്കാൻ പറ്റില്ല. പക്ഷേ എയർടെലിനെ ഞാൻ സമ്മതിച്ചു. എയർടെലിന് ₹1 കൊടുക്കുകയും വേണ്ട, അവരെനിക്ക് ഫ്രീ ആയിട്ട് തന്നതുമാണ്. 4G സ്പീഡ് 4G വെച്ചിട്ട് തന്നെ 19 കിട്ടുന്നുണ്ട്. അൺലിമിറ്റഡ് നെറ്റാണ്. 1000 GB അങ്ങനെ കണക്കും കാര്യങ്ങളൊന്നും ഇല്ല അവർ പറഞ്ഞത് കണക്കിൽ. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇനി എയർടെലിൻ്റെത് ഒന്നും കൂടി സ്പീഡ് ചെക്ക് ചെയ്യാം. ചിലപ്പം എന്തെങ്കിലും സ്പീഡ് കൂടിയിട്ടുണ്ടെങ്കിൽ നോക്കാമല്ലോ. ഇത് എയർടെലിലേക്ക് മാറ്റി ഒന്നും കൂടി ക്രോമിൽ പോവുക. ചിലപ്പോൾ സ്പീഡ് കുറയാനൊക്കെ ചാൻസ് ഉണ്ട്. കാരണം എനിക്ക് കുറച്ച് ഉള്ളോട്ടാണ്. നമ്മൾ ഗല്ലി എന്നെല്ലാം പറയില്ല, അതുപോലെയുള്ള സ്ഥലമാണ് എൻ്റെ വീട്. ഒന്ന് ക്യാൻസൽ ചെയ്തിട്ട് ഒന്നുകൂടി അടിക്കണം, എന്നാലാണ് കറക്റ്റ് സ്പീഡ് കിട്ടാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഏതാണ്ട് 15 18 19 റേഞ്ച് പ്രതീക്ഷിക്കണ്ടു. ഈ ഒരു സ്പീഡ് മാത്രമാണ് എനിക്ക് എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ കിട്ടുന്നത്. 4G ആണ്. 4G ആയതുകൊണ്ടാണ് എൻ്റെ വീട്ടിൽ. ഒരു പക്ഷേ ഇത് കുറച്ച് പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അടിപൊളിയായിട്ട് സ്പീഡ് കൂടാൻ ചാൻസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്ത് വെച്ചിട്ടും കൂടെ ഒന്ന് സ്പീഡ് ചെക്ക് ചെയ്യാം നമുക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു സംഭവം കിട്ടുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. വീഡിയോ ചെയ്ത് പല സാധനങ്ങൾ വാങ്ങിയിട്ട് എൻ്റെ വീട് നിറഞ്ഞ്. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞതിലൊരു തിരുത്തുണ്ട്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇത് അഡാപ്റ്റർ വയർലെസ് ഇതാണെങ്കിൽ കൂടെ നിങ്ങൾക്ക് ഇതെവിടെ എടുത്ത് കൊണ്ട് പോകാമെന്നുള്ള കാര്യമേ ഉള്ളൂ. പക്ഷേ ഇതിന് പവർ കൊടുക്കണം. പവർ മീൻസ് നമ്മളെ ബാറ്ററിയിലൂടെ അല്ല ഇത് വർക്ക് ചെയ്യുന്നത്. നിലവിൽ ഇത് ഊരിക്കഴിഞ്ഞാൽ ഇത് ഓഫാകുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഞാനത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ആദ്യമായിട്ടാണ്, കാരണം ആദ്യമായിട്ടല്ല ഞാനിതൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. വിഷയമില്ല, എല്ലാം പഠിച്ചാൽ. കാരണം ഇതിനെപ്പറ്റി അത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിതൊരു പല റൂട്ടറുകൾ ഉപയോഗിക്കുന്നതാണല്ലോ. അപ്പോൾ ഈ ഒരു സാധനം ബാറ്ററിയിലല്ല വർക്ക് ചെയ്യുന്നത്. ഇത് ചാർജ് കേബിൾ തന്നെ വേണം, ഡയറക്റ്റ് കണക്ട് ചെയ്യണം, എന്നാൽ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ.
ഇനി ഏതെങ്കിലും പവർ കൂടി അഡാപ്റ്ററോ അല്ലെങ്കിൽ പവർ ബാങ്കോ കാര്യം ഇത് വർക്ക് ചെയ്യുന്നുള്ളതോ ഞാൻ ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു. കാരണം 4Gയും 5G ഉള്ളത് കൊണ്ട് എന്ത് കാര്യമായി, എവിടെ പോയാലും ഇത് വർക്ക് ചെയ്തോളൂ. നമുക്ക് ആവശ്യമുള്ള നെറ്റ് കിട്ടും. 19ഉം 18ഒക്കെ സ്പീഡ് 4G കാണിക്കുക എന്ന് പറയുമ്പോൾ അടിപൊളി തന്നെയാണ്. ഇനിയിപ്പം ഞാൻ ജസ്റ്റ് നേരത്തെ പുറത്ത് പോയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പുറത്ത് പോയപ്പം 70ഒക്കെ സ്പീഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു. പുറത്ത് എനിക്ക് 5G ഉണ്ട്, കുറച്ച് ദൂരോട്ട് ഇടയ്ക്ക് വന്ന് പോകുന്നതാണ്. പക്ഷേ ആ ഒരു സ്ഥലത്ത് നല്ല സ്പീഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിന്. അപ്പം ഞങ്ങൾക്ക് സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഞാൻ അവരെന്ത് പറഞ്ഞാലും ഇത് ഞാൻ കൊടുക്കില്ല. കാരണം എനിക്കിത് വളരെ ഉപകാരമാണ്. ഏത് നാട്ടിൽ കൊണ്ടുപോയാലും ഇനിയിപ്പോൾ നമ്മൾ ടൗൺ ഏരിയയിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഇതങ്ങ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വീട്ടിലൊക്കെ ഏതെങ്കിലും വീട്ടിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ടൂറൊക്കെ പോകുമ്പോൾ റൂമൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് നെറ്റിനൊന്നും ഒരു കളിയും കളിക്കേണ്ട ആവശ്യമില്ല. ഇതുണ്ടെങ്കിൽ ഇത് അൺലിമിറ്റഡ് നെറ്റാണ്, ഫ്രീ ആണ്. ഇനി ഫ്രീ കിട്ടിയാൽ നമുക്കൊരു വിഷയമില്ലല്ലോ, എന്തായാലും കിട്ടുന്നതൊക്കെ ലാഭം തന്നെയാണ്.